അടുത്ത വാർത്ത, മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തിൽ ഒരാൾ കൂടി പിടിയിൽ. പൊന്നാനിയിൽ നിന്നാണ് യുവതിയെ കസ്റ്റഡിയിലെടുത്തത്. 3 പേരെയാണ് കേസിൽ ഇതുവരെ കസ്റ്റഡിയിലെടുത്തത്. അപ്പോൾ നിതിൻ സേവ്യർ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. നിതിൻ, അപ്പോൾ കൂടുതൽ പെൺകുട്ടികളെ ഇവർ വലയിലാക്കിയിട്ടുണ്ട്. ഇതൊരു വലിയ സംഘം ഇതിന്റെ പിന്നിലുണ്ട്. പോലീസ് അത്തരത്തിലൊക്കെ സംശയിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പിടിയിലായ ആളുകൾക്ക് കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളുമൊക്കെയായി അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പോലീസ് സംശയിക്കുന്നത്? ഈ പിടിയിലായ 3 പേരെ കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് നിതിൻ? മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയതിൽ വലിയ സംഘമുണ്ട് എന്നാണ് പോലീസ് നിലവിൽ കരുതുന്നത്. ഇപ്പോൾ പിടിയിലായ 3 പേരല്ല, അവർക്കുമപ്പുറം കൂടുതൽ ആളുകളുണ്ട് എന്ന് പോലീസിന് വ്യക്തമായ ധാരണയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം വിപുലമാക്കാനാണ് അല്ലെങ്കിൽ ഊർജിതമാക്കാനാണ് പോലീസ് നിലവിൽ ശ്രമിക്കുന്നത്. നേരത്തെ 2 പേരെയായിരുന്നു കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. മുഖ്യപ്രതികളായ സിന്ധുവിനെയും അലീനയെയും. അലീനയെ എറണാകുളത്തെ മരടിലെ ഫ്ളാറ്റിൽ നിന്ന് തന്നെയാണ് പിടികൂടുന്നത്. സിന്ധുവിനെ മുംബൈയിൽ നിന്നുമാണ് പോലീസ് പിടികൂടുന്നത്. സിന്ധുവുമായുള്ള സംഘം കൊച്ചിയിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഇന്ന് കൊച്ചിയിലെത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അലീനെ ഇന്നലെ വൈകിട്ട് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയിരുന്നു. വൈദ്യപരിശോധന അടക്കം നടത്തി. അതിനിടയിലാണ് പൊന്നാനിയിൽ നിന്നും ഒരു പെൺകുട്ടി കൂടി, ഒരു യുവതി കൂടി പോലീസിന്റെ പിടിയിലാകുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഇവിടെ നിന്ന് മരട് നിന്നുള്ള അന്വേഷണ സംഘം പൊന്നാനിയിലെത്തി ഒരു യുവതിയെ കൂടി പിടികൂടുന്നത്. 3 പേരാണ് നിലവിൽ ഈ കേസിൽ പിടിയിലായിട്ടുള്ളത്. വലിയ ചൂഷണമാണ് അല്ലെങ്കിൽ വലിയ ക്രൂരതയാണ് ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾ നേരിട്ടതെന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇവിടെ നിന്നും മോഡലിംഗിനെന്ന് പറഞ്ഞ് വിദേശത്തേക്ക് ഇവരെ കൊണ്ടുപോകുന്നു. അവിടെ എത്തിച്ച ശേഷം ഇവരെ അറിയാതെ ലഹരി മരുന്ന് നൽകുന്നു. അവർ ബോധരഹിതരാകുമ്പോൾ അവരെ പലർക്കും കാഴ്ചവെക്കുന്നു, ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നു. അതിനുശേഷം ആ ദൃശ്യങ്ങൾ തന്നെ പകർത്തി ഇവരെ വീണ്ടും ഭീഷണിപ്പെടുത്തുകയും ഇവരെ വീണ്ടും ലൈംഗികമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ ക്രൂരമായ ഒരു ചൂഷണമാണ് അല്ലെങ്കിൽ പീഡനമാണ് ഈ പെൺകുട്ടികൾ നേരിട്ടിട്ടുള്ളത്. അതിൽ രക്ഷപ്പെട്ടെത്തിയ 3 പേരാണ് നിലവിൽ പോലീസിന് പരാതി നൽകാൻ തയ്യാറായിട്ടുള്ളത്. മരട് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ കൂടുതൽ പെൺകുട്ടികൾ ഇത്തരത്തിൽ ഇവരുടെ വലയിൽ പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഈ പെൺകുട്ടികൾ രക്ഷപ്പെട്ടു വന്ന പരാതി നൽകിയ പെൺകുട്ടികൾ തന്നെ ഇത് കൃത്യമായി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൂടുതൽ പെൺകുട്ടികൾ, നിരവധി പെൺകുട്ടികളെ ഇത്തരത്തിൽ മോഡലിംഗിനാണെന്ന് പറഞ്ഞ് ഇവർ വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പോലീസ് ഇതിലൊരു വിപുലമായ അന്വേഷണം, ഒരുപക്ഷെ ഒരു പ്രത്യേക അന്വേഷണ സംഘം അടക്കം ഉണ്ടാക്കി ഒരു അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം കൂടുതൽ പ്രതികളിലേക്കുള്ള അന്വേഷണം, ഇവരെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. നിലവിൽ പിടികൂടിയിട്ടുള്ള ഇവരെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. ഇവരെ കൃത്യമായി ചോദ്യം ചെയ്ത് ഇവർക്ക് പിന്നിൽ മറ്റാരൊക്കെയാണുള്ളത്. കാരണം ഈ 3 പേർ ചേർന്ന് മാത്രം ഇത്തരത്തിലൊരു വലിയ തട്ടിപ്പ് നടത്താനാവില്ല, അല്ലെങ്കിൽ ഈ മനുഷ്യക്കടത്ത് നടത്താനാവില്ല എന്ന് പോലീസിന് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് നിലവിൽ ശ്രമം. ഏതായാലും പിടികൂടിയ മറ്റ് 2 പേരെ, ഇന്നലെ അലീനയെ പിടികൂടി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയിരുന്നു. ഇനി സിന്ധുവിനെ മുംബൈയിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ എത്തിക്കും. ഒപ്പം പൊന്നാനിയിൽ നിന്ന് പിടികൂടിയ പെൺകുട്ടിയെ കൂടി എത്തിച്ച് കോടതിയിൽ ഹാജരാക്കിയ ശേഷം 3 പേരുടെയും കസ്റ്റഡി ഒരുമിച്ച് ആവശ്യപ്പെടാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ശരി നിതിൻ, അപ്പോൾ ഈ സെക്സ് റാക്കറ്റിന്റെ പിന്നിൽ വലിയ സംഘം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് തന്നെ പോലീസ് കരുതുകയാണ്. കൂടുതൽ യുവ മോഡലുകളാണ് ഈ ഒരു സംഘത്തിന്റെ കെണിയിൽ പെട്ടുപോയിരിക്കുന്നത്. കൂടുതൽ പരാതികളും വരും ദിവസങ്ങളിൽ വരുമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നു.